നല്ല രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ MLA ജോയി സാറുമായിട്ടുള്ള ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഞങ്ങൾ കൊടുത്ത കേസിന് ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പം ചേട്ടൻ പോലീസുകാർ ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വർക്കല അയിരൂർ തോട്ടിൻപാറ ജംഗ്ഷനിലുള്ള ഈ വീട്ടിൽ സനൽ എന്ന യുവാവ് കഴിഞ്ഞ 7 ദിവസമായിട്ട് ആറ്റിങ്ങൽ സബ് ജയിലിലാണ്. ഇത് ജയിലിലാകാനുള്ള കാരണം ഇവിടെ അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള വഴക്ക് കാരണം അദ്ദേഹം ഇവിടെ നെസ്മയും 2 കുട്ടികൾ 4 വയസ്സും 3 വയസ്സുമുള്ള 2 കുട്ടികൾ താമസിക്കുന്ന ഈ വീട്ടിൽ മദ്യപിച്ച് ഒരു ബിയർ കുപ്പി പോലെ കുപ്പി അടിച്ച് പൊട്ടിച്ചുകൊണ്ട് മർദ്ദിക്കാൻ വന്ന ആ യുവാവ് ഇവരെ മർദ്ദിച്ച് ഈ ജനലുകളും അടിച്ചു പൊട്ടിച്ച് ഇവരെ ആക്രമിച്ചിട്ട് അവർ കൊണ്ടുചെന്ന് പരാതി കൊടുത്തിട്ട് ആ പരാതി എടുക്കാതെ ആരാണോ ഇവിടെ വന്ന ആ വ്യക്തി കൊടുത്ത പരാതിയിൽ മേൽ ഇവിടെയുള്ള വ്യക്തിയെ സനലിനെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നെസ്മ ജയിലിലായ സനലിൻ്റെ ഭാര്യ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 50 or 100 വോട്ട് കിട്ടുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ഇവിടുത്തെ MLA കൂടിയായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ ജോയിയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നതാണ് ഇവർ ആക്ഷേപം നടത്തുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അന്നുണ്ടായ സംഭവം എന്ന് പറയാമോ? ഞങ്ങളിവിടെ ഉത്സവമായിരുന്നു ബാക്കിൽ അമ്പലത്തിൽ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ റോട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇയാൾ അവിടെ കുടിച്ചിട്ട് എല്ലാവരും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചേട്ടനും ചീത്ത വിളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച ശേഷം ചേട്ടൻ ഇങ്ങ് വന്നു. ഇവിടെ വന്ന് അടുക്കളയിൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കയ്യിൽ എന്തോ ഒരു പൊട്ടുന്ന എന്തോ സംഭവം ഉണ്ടായിരുന്നു. കുപ്പി കണക്കത്തെ കുപ്പി ഉടഞ്ഞ് എൻ്റെ കുപ്പിയുടെ ബാക്കി കഷ്ണമായിട്ട് വന്നിട്ട് എന്തിനാ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ കയറി വന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചോദ്യമായി അടിയായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുതലായി. ചേട്ടൻ്റെ കാലും മുറിവൊക്കെ പറ്റിയായിരുന്നു. അല്ലെ നിങ്ങൾ താമസിക്കുന്ന വീടല്ലേ? ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ഞാനും ഹസ്ബൻഡും എൻ്റെ പിള്ളേരും അമ്മയുണ്ട്. അപ്പൊ ഈ വീട്ടിലോട്ടാണ് അദ്ദേഹം കയറി വന്നത്? ഈ വീട്ടിലോട്ട് ഇതിലെ കൂടെ വഴി മദ്യപിച്ചിട്ട് ഈ കുപ്പിയായിട്ട് കയറി വരികയാണ് കുത്താനായിട്ട്. കുത്താനായിട്ട് എന്തിനാ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ കയറി വരുമായിരുന്നു. കയറി വന്നിട്ട് ചേട്ടൻ കഴിച്ചോണ്ടിരുന്നപ്പം കുത്താനായിട്ട് വന്നപ്പോൾ ചേട്ടൻ തടഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അടിച്ചു. അയാൾ അടിക്കുകയും അങ്ങ് തിരിച്ചടിക്കുകയും ചേട്ടൻ്റെ കാലിൽ കുപ്പി കൊണ്ടൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായതിനു ശേഷം അയാളെ തള്ളി വെളിയിലാക്കി വാതിലടക്കിയായിരുന്നു ഞങ്ങള്. വെളിയിൽ വാതിൽ. അങ്ങനെ അയാൾ ഇവിടെ വന്ന് അടുക്കളയിൽ ഒരു ജനലും അയാൾ സ്വന്തം കൈ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. സ്വന്തം കൈ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളും ഈ 2 കുട്ടികളാണ് ഇവിടെ ഉള്ളത്? ഉള്ളത്. അമ്മ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഞാനും ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അടിച്ചു പൊട്ടിച്ചിട്ട് അതിനുശേഷം അയാളങ്ങ് പോയതിനു ശേഷമാണ് ഞാൻ വൈകുന്നേരം കൊണ്ട് കേസ് കൊടുത്തായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തായിരുന്നു. പരാതി കൊടുത്തു. വിവരങ്ങളെല്ലാം പറഞ്ഞു. പരാതി കൊടുത്തായിരുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങ് വന്നു. അവരന്ന് രാത്രി ഒന്നും വന്നില്ല, അന്വേഷിക്കാന്ന് പറഞ്ഞു. വന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ കാണാനായിട്ട് ഞാൻ വിളിച്ചു. സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ വീട് ഫുള്ള് കുപ്പിച്ചില്ലായിട്ട് ഇടയ്ക്കാണ് പിള്ളേരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ വന്ന് ഇവിടെ പോലീസ് കണ്ടിട്ട് പോയതിനു ശേഷം ഈ അടി കൊണ്ടെന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയായിരുന്നു. അവിടെ തിരക്കി തന്നെ ശേഷമാണ് അവർ ചേട്ടൻ്റെ പേര് കൊണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അവരല്ലാതെ കേസ് കൊടുത്തിട്ടില്ല. എന്ന് ചേട്ടനെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ വീട്ടിൽ വരാതെ മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് പോലീസുകാർ അന്വേഷിച്ചതിന് ശേഷമാണ് അവരെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയത്. അതിനു മുമ്പ് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ ഇവിടെ വന്നാൽ ചേട്ടൻ അടിക്കും, വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ പോലീസ് വന്ന് അയാളെ വീട്ടിൽ തിരക്കി ചെന്നതിന് ശേഷമാണ് അവർ കൊണ്ടുപോയി കേസ്. അപ്പൊ വീട്ടിൽ വന്ന് ഇങ്ങനെ മർദ്ദിക്കുകയും ഇവിടെ ഈ ഇത്രയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ പരാതി ആദ്യം കൊണ്ടു ചെന്ന് കൊടുത്തിട്ട് നിങ്ങൾ അത് അന്വേഷിക്കാതെ രണ്ടാമത് പരാതി കൊടുത്തപ്പം നിങ്ങളുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? പരാതി ചെന്നതിന് ശേഷം എന്നെ അവിടുത്തെ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ചെന്ന് മൊഴി കൊടുത്താലേ കേസ് ഞങ്ങൾ കൊടുത്ത കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ചേട്ടൻ ഇവരെ അടിക്കുമെന്ന് പേടിച്ചാണ് വരാതിരുന്നത്. അതിനുശേഷം ഇവര് കൊടുത്ത കേസ് ചാർജ് ആയെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ചേട്ടൻ വന്നില്ല. നിങ്ങൾ കൊടുത്ത കേസ് എടുക്കാത്ത കാരണം എന്താണ്? അതായത് ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട്. നല്ല രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ MLA ജോയി സാറുമായിട്ടുള്ള ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം രാഷ്ട്രീയ സ്വാധീനം നല്ല രീതിയിൽ ഇതിൽ ഇതാക്കുന്നു. അവരങ്ങനെ സ്വാധീനം ചെലുത്താനുള്ള കാരണം എന്താ? അദ്ദേഹം അങ്ങനെ ഇവര് ഈ അടി കൊണ്ടെന്ന് പറയുന്ന ആൾക്ക് ഇഷ്ടം. അവർക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ വോട്ടിന്റെ ഇതിന് വേണ്ടി ആയിരിക്കും. കാരണം അവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് കുടുംബത്തിൽ ഒരു 100-100ഓളം കുടുംബക്കാര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു
വഴക്കിയത്. കാരണം ഞങ്ങളാണ് ആദ്യം കൊണ്ട് കേസ് കൊടുത്തതും എല്ലാം ചെയ്തതും ഞങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇതിൽ കേസ് എടുക്കുമോ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കൊണ്ട് കേസ് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിന് ശേഷമാണ് വിളിച്ചിട്ട് പറയുന്നത് ഹസ്ബൻഡിൻ്റെ പേര് കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അതിന് ശേഷമാണ്. ഞങ്ങൾ കൊടുത്ത കേസിന് ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പൊ എവിടെയാണ് ഹസ്ബൻഡ്? ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തായിരുന്നു. ജാമ്യത്തിന് വേണ്ടി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് അറസ്റ്റ് സംഭവിച്ചത്. ഇപ്പം ജയിലിലാണോ? ജയിലിലാണ്, ആറ്റിങ്ങൽ സബ് ജയിലിലാണ്. അപ്പൊ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷ കൊടുത്തേക്കുവാണ്. വക്കീലിനെ കണ്ടോ? കണ്ടു. ഇനി എന്താണ് ചെയ്യുന്നത്? ചെയ്യാൻ എന്തുവാ, ഞങ്ങൾ ആകെ ഉള്ള വരുമാന മാർഗ്ഗം എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് ചെറിയ ചെറിയ ഡ്രൈവിങ് ജോലികളൊക്കെ ആയിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അതിന് ശേഷം അങ്ങനെ വലിയ കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് തലയ്ക്കൊക്കെ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ ആളായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഞാനും എൻ്റെ 2 പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയില്ല, ആകെ ചേട്ടൻ്റെ ഒരു വരുമാന മാർഗ്ഗത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ചേട്ടൻ പോലീസുകാർ ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ജയിലിൽ പോയി കണ്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതാണ് ഒരുപാട് മർദ്ദിക്കുകയെല്ലാം ചെയ്തു, ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചേട്ടൻ വന്നാലും ഇനി എങ്ങനെ ഇതാവുന്നൊന്നും അറിയത്തില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് നിരവധി കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നൊക്കെ ഒരു ആക്ഷേപമുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ പറയുക? ഇതിന് മുമ്പ് ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു കേസ് അടി നടന്നായിരുന്നു. അപ്പൊ അതിന്റെ പേരിലൊരു കേസ് ഉണ്ട്. അല്ലാതെ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഒരു കേസ് ഇല്ല, അങ്ങനത്തെ കേസൊന്നുമില്ല. മുമ്പ് ഒരു 2 വർഷമായി. ആ സമയത്തായിരുന്നു. അതിപ്പം അവരൊരു ജാമ്യമൊക്കെ എടുത്തതായിരുന്നു. അല്ല, പിന്നെ ഇവിടെ ഈ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്നൊക്കെ പറയുന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പട്ടി അന്ന് ഇവിടെ ഉത്സവം ആയതുകൊണ്ട് ഇവിടെ പടക്കം പൊട്ടുന്നതുകൊണ്ട് അവന് ഭയങ്കര പേടിയാണ്. അപ്പം അവൻ വെളിയിൽ കിടന്ന് ഭയങ്കര കുരച്ചിലും അതൊക്കെ ആയതുകൊണ്ട് അവനങ്ങ് അകത്ത് കെട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇയാൾ ഇങ്ങനെ കത്തി കൊണ്ട് കുത്താൻ വരെ അടി നടക്കുന്നതല്ല, ആ സമയത്താണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇവൻ ഭയങ്കര കുരയിലായിരുന്നു, കുരച്ചിലും ബഹളമായിരുന്നു. അല്ലാതെ അയാളെ കടിച്ചിട്ടില്ല. കാരണം കടി കൊള്ളയാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ കടി കൊണ്ടേണം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ കഥവ് നല്ല രീതിയിൽ പുറത്തു വരാൻ ലോക്ക് ചെയ്തു. കാരണം ഹസ്ബൻഡിനെ അടിക്കുമ്പോഴും ഈ പ്രശ്നം നടക്കുമ്പോഴും പട്ടി പുറത്തു വരാതെ? പട്ടി പുറത്ത് വന്നിട്ടില്ല. കാരണം പട്ടിയെ റൂമിൽ കെട്ടിയിട്ടേക്കായിരുന്നു. അടി നടക്കുന്ന സൗണ്ട് കേട്ട് അവൻ കുരയ്ക്കാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണോ ഇങ്ങനെ പ്രചരണം നടത്തുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് പ്രചരണം. കാരണം എല്ലാ കഥകളാണ് അത്രയും പറഞ്ഞുണ്ടാക്കുന്നത്. ഒരാളുടെ രീതിയിലോ ഇല്ലാത്ത അത്രയും കുറ്റങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെങ്കിലും കുഴപ്പമില്ല. ഇല്ലാത്ത ഇത്രയും കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന എന്തിനാണ്? ആൾക്ക് ഇനിയും വെളിയിറങ്ങി ജീവിക്കാനുള്ളതാണ്, ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടതാണ്. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. കാരണം അത്രയ്ക്കും ഇല്ലാത്തതും ഒരു എന്താണ് അയാൾ അങ്ങ് ഒരുമാതിരി അങ്ങ് ഇതാക്കി വിടുകയാണ് ചെയ്യുന്നത്. അല്ല, വാർത്തകളിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത കഥകളാണ് അത്രയും പറഞ്ഞുണ്ടാക്കുന്നത്. അയാളെ കൈ ബാൾ ഉപയോഗിച്ച് വെട്ടിയതാണ് ഇവിടെ അത്രയും പറഞ്ഞത്. അയാൾ ഈ ജനൽ അടിച്ചു പൊട്ടിച്ച സമയത്താണ് അയാളെ കൈ മുറിയുന്നതും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ പട്ടിയെ വിട്ടാൽ അടിച്ചു ചേട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് അടിക്കുക എല്ലാം ചെയ്തത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നതൊന്നും അല്ല നടന്നിരിക്കുന്നത്. പട്ടി കടിച്ചിട്ടേ ഇല്ല അയാളെ. കാരണം ആ പട്ടി കടിക്കുകയാണെങ്കിൽ ആരത് ചോദിച്ചാലും അറിയാൻ പറ്റും. പട്ടി കടിക്കുകയാണെങ്കിൽ കടി വിടത്തില്ല, അത്രയ്ക്കും ഇതായിട്ടായിരിക്കും കടിക്കുന്നത്. ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഈ ക്രിമിനൽ എന്നും പറഞ്ഞ് ഇത്രയും നാളായിട്ട് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിലോ ഒന്നും പെടാതെ ഡ്രൈവിംഗ് ജോലി എടുത്ത് ജീവിക്കുന്ന ഒരു സനൽ എന്ന യുവാവിനെയാണ് ഇന്നിവിടെ ഈ പോലീസുകാർ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ഈ ജയിലിലാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരു അനുഭവമാണ് നമ്മളോടിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നെസ്മ എന്ന പെൺകുട്ടിയും അതിനിടയ്ക്ക് 4-3 വയസ്സുള്ള 2 ആൺകുട്ടികളുമായിട്ട് ഒരു ചെറിയ കുടുംബത്തിൽ കഴിയുന്ന അവരുടെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയിട്ട് ആ ആക്രമണം നടത്തിയ ആളെ പിടിക്കാതെ ഈ ഇവിടെ വീട്ടിൽ കയറി ആക്രമിച്ച ഈ വീട്ടുകാരനായ സനലിനെയാണ് ഇപ്പോൾ ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസമായിട്ട് അദ്ദേഹം ജയിലിലാണ്. എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികൾ, സത്യസന്ധമായി തീരുമാനമെടുത്ത് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടിയെടുക്കട്ടെ, അതിനുവേണ്ട ശ്രമം നടക്കട്ടെ. നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് ആ യുവതിയുടെ ദയനീയ അവസ്ഥയാണ്. ഇത്തരത്തിൽ ആരുമില്ലാത്ത രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവർക്ക് ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണോ? നിയമപരമായിട്ട് പോലീസുകാർ അതിൻ്റെ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തി ഒരു വീട്ടിൽ കയറി ആക്രമിച്ചാൽ അക്രമി പുറത്തും ആ അക്രമമേറ്റവർ ജയിലിനകത്തുമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊല്ലം വർക്കല അയിരൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നസ്മ നമ്മളോടൊപ്പം പങ്കുവച്ചത്. കർമ്മ ന്യൂസിന് വേണ്ടി രാംഭദ്രൻ.